ഹായ് സുഹൃത്തുക്കളെ, വണക്കം. ഓണത്തിന് നമ്മൾ ഉണ്ടാക്കിയത് വടുപ്പുളി അച്ചാറായിരുന്നു. ഓണം കഴിഞ്ഞ ശേഷം നമ്മൾ വീണ്ടും ഉണ്ടാക്കുന്നു ഇഞ്ചമ്പുളി. നോക്കല്ലേ, കുടംപുളി പഴുത്ത്, ഇരുമ്പമ്പുളി, കോവിക്ക, ഇഞ്ചി അരിഞ്ഞത്, ഇഞ്ചി പേസ്റ്റ്, പച്ചമുളക്, വെളുത്തുള്ളി, ഉലുവ, പുളി, വേപ്പില, വറ്റൽമുളക്, കുടപ്പുളി 1/2 കിലോ, കുരു കളഞ്ഞ് വേവിച്ചെടുത്തത് 1/2 കിലോ, മറ്റേ കോവിക്ക 250 വേവിച്ചെടുത്തത്, ഇരുമ്പമ്പുളി 250 വേവിച്ചെടുത്തത്, ഇഞ്ചി 400 ഗ്രാം അരിഞ്ഞെടുത്തത്, ഇഞ്ചി 200 ഗ്രാം പേസ്റ്റ്, പച്ചമുളക് 150 ഗ്രാം അരിഞ്ഞത്, വെളുത്തുള്ളി 2 കുടം, ഉലുവ 2 സ്പൂൺ, കോൽപ്പുളി 250, വറ്റൽമുളക് 20 എണ്ണം, വേപ്പില അതാണ് നമ്മുടെ കൂട്ട്. പരിപാടി നമുക്ക് തുടങ്ങിയാലോ? ഓക്കെ അല്ലേ? ശരി, തുടങ്ങാം. അപ്പോൾ ഇരുമ്പമ്പുളി പുഴുങ്ങിയത് നമ്മുടെ പേസ്റ്റ് ആക്കി എടുക്കണം. അതിനൊപ്പം കുടംപുളി പേസ്റ്റ് ആക്കി എടുക്കണം, വേവിച്ചത്. റൂബിക്ക പേസ്റ്റ് ആക്കി എടുക്കണം. ഒരു കാര്യം മറന്നുപോയി, ഇതിൽ പറയാൻ തിരക്കനെല്ലാം മറന്നുപോയി. 3/4 കിലോ ശർക്കര പാവാക്കി എടുക്കണം ഇതിലേക്ക് ചേർക്കാനായിട്ട്. ഈ വെള്ളം തിളച്ചതിന് ശേഷം ഈ പുളിയിലേക്ക് ഒഴിക്കണം, എന്നാലാണ് പെട്ടെന്ന് അരിഞ്ഞ് കിട്ടുള്ളൂ. അരിഞ്ഞിട്ട് പിഴിഞ്ഞെടുക്കണം. മിക്സിങ് വന്നാൽ പോലും നമുക്ക് അത് മാത്രമായിട്ട് റെക്കോർഡ് ചെയ്തിട്ടേ പരിപാടി സ്റ്റാർട്ട് ചെയ്യാം. നമുക്ക് ഉരുളി ആകാതെ കയറ്റാം. വറ്റൽമുളക് ഇട്ടു, അടുത്തത് പച്ചമുളക് ഇട്ടു, അടുത്തത് വേപ്പിൻ്റെ ഇല ഇട്ടു കേട്ടോ. അടുത്ത വേപ്പില ചേർത്തു. എണ്ണയിലും നെയ്യിലും കിടന്ന് മൂത്ത് കിട്ടണം.
അടുത്തത് ഇഞ്ചി പേസ്റ്റ് ആക്കിയത് ഒഴിക്കുക. തിളച്ചതിന് ശേഷം അടുത്തത് ഒഴിക്കുക. ഇനി അടുത്ത് തിളച്ച് കഴിഞ്ഞ ശേഷം മറ്റ് 2 ചേരുവകൾ ചേർക്കുന്നതായിരിക്കും. കുടപ്പുളിയും ഇരുമ്പമ്പുളിയും പേസ്റ്റ് ആക്കിയത് ചേർക്കാൻ പോകുന്നു. അത് ചെന്നേക്ക് ചേർക്കാം. ഒന്ന് തിളച്ച് വറ്റണം. അതിനുശേഷം വെള്ളം പാവാക്കി വെച്ചത് ഒഴിക്കണം. അപ്പം അടുത്തത് ശർക്കര പാവ് ഒഴിക്കാൻ പോകണം. ശർക്കര പാവ് ഒഴിച്ചു. നമ്മൾ പാകത്തിനുള്ള ഉപ്പ് നമ്മൾ ഇട്ടു. കുറി തുടങ്ങി ഒരു 10 മിനിറ്റും കൂടി ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് സാധനം അപ്പോൾ സാധനം സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി സെറ്റായിട്ടുണ്ട്. ഇനി ഒരു സ്പൂൺ നെയ്യ് കൂടി ഒഴിക്കും. അപ്പൊ നമുക്ക് അല്പം എടുത്തിട്ട് ഒന്ന് ടേസ്റ്റ് നോക്കാം. എടുക്കല്